ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് കണ്ടത് അല്ലേ. വരയ്ക്കാൻ ഒട്ടും അറിയാൻ വയ്യാത്തവർക്കും ബോട്ടിൽ ആർട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. ഇപ്രാവശ്യം ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ഇത് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഇല്ലേ, അവർക്ക് പക്ഷേ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് നോക്കുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ ഭംഗിയുള്ളൊരു കുപ്പി എടുക്കണേ. പൊട്ടുന്ന ടൈപ്പ് കുപ്പിയാണ് ഇത്, ഗ്ലാസ് കുപ്പിയാണേ. അതിലേക്ക് നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് നമുക്കിങ്ങനെ റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാമേ. ഫുള്ള് നമുക്ക് റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാവേ. കണ്ടോ, ഇങ്ങനെ ഫുള്ള് നമ്മൾ റെഡ് കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഉണക്കി കൊണ്ടുവരാവേ. കണ്ടോ, ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതുപോലൊരു ഇല എടുക്കണേ. അതിൻ്റെ ഈ നല്ല വശമില്ലേ, ഈ നല്ല വശത്ത് നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാവേ. ഈ ഇല ഫുള്ള് അടിച്ചു കൊടുക്കണേ. ശകലം പോലും ഗ്യാപ്പ് ഇടാതെ ഈ ഇല ഫുള്ള് ഇങ്ങനെ നമുക്ക് ഈ ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കണേ. നിങ്ങൾ പെയിൻറ്റ് വാങ്ങിക്കുമ്പോൾ ഈ പെഡിലൈറ്റിൻ്റെ പെയിൻറ്റ് തന്നെ വാങ്ങിക്കണേ, അതാണ് നല്ലത്. 25 രൂപയുള്ള ഒരു കളറേ. ഇങ്ങനെ നമ്മൾ ഫുള്ള് ഗോൾഡൻ കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തണ്ടിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം പെയിൻറ്റ്. ഇനി നമുക്കിത് ബോട്ടിലിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവേ. ഇങ്ങനെ നന്നായിട്ട് ഇത് ബോട്ടിലിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇത് ബോട്ടിലിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വയ്ക്കണേ. കണ്ടോ, ഇത് നല്ലപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കാമേ. ഈ ഫുള്ളേ അടിക്കണേ. ഈ ഒട്ടിച്ചിരിക്കുന്ന ഇലയുടെ എല്ലാം മുകളിലൂടെ നമുക്ക് ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കണേ. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായി ഉണക്കി കൊണ്ടുവരാവേ. കണ്ടോ, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് അതിലേക്ക് പശ എടുക്കണേ. പശ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പശ തേച്ച് കൊടുത്തിട്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നമുക്കിങ്ങനെ ഇവിടെ നിന്നിങ്ങനെ ഇവിടെ വരെ ഇവിടുന്ന് ഇവിടെ വരെ നമുക്കിങ്ങനെ കയറിങ്ങനെ ചുറ്റി കൊടുക്കാമേ. ടൈറ്റ് ചെയ്തു ഇങ്ങനെ ചുറ്റി കൊടുക്കണേ. കണ്ടോ, ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിൻ്റെ ഈ ഇവിടെ നിന്ന് കുറച്ച് പശ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഈ കയറിങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാവേ. കണ്ടോ, ഇനി ഇതിൻ്റെ ഈ താഴെ വശം കണ്ടോ, അവിടെ നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട്
ഇതുപോലെ തന്നെ കയറ് നമുക്ക് ഒരു ഒറ്റ റൗണ്ട് അല്ലെങ്കിൽ ഒരു 2 റൗണ്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാവേ. ഇങ്ങനെ ഒരു 2 റൗണ്ട് ചുറ്റി കൊടുത്താൽ മതിയേ. എന്നിട്ട് പശ വെച്ച് നമുക്ക് ഈ കയറ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ ഒട്ടിച്ചു കൊടുക്കുന്ന ഇലയില്ലേ, അത് നമുക്ക് അതിൻ്റെ ഈ തണ്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി നോക്കാവേ. ഹായ്, നന്നായിട്ടില്ലേ? കണ്ടോ, അടിപൊളിയല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വ്യത്യസ്തമായിട്ടുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. വലിയ കാര്യമൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യം. ഇപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരും ഒക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ ബോട്ടിൽ ആർട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.